എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗൂസ്ബറി ടോക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിലൂടെ തമിഴ്നാട്ടിലെ ഊട്ടിയിലുള്ള പൈക്കര വെള്ളച്ചാട്ടത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ദക്ഷിണേന്ത്യയിലെ ഉഷ്ണമേഖല ചൂടിൽ നിന്ന് മോചനം തേടുന്ന സഞ്ചാരികൾക്ക് പണ്ടേ ഇഷ്ടപ്പെട്ട വിശ്രമ കേന്ദ്രമാണ് നീലഗിരി കുന്നുകൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ഊട്ടി എന്ന മനോഹരമായ പട്ടണം. പ്രകൃതിദത്തമായ നിരവധി ആകർഷണങ്ങൾക്കിടയിൽ പൈക്കര വെള്ളച്ചാട്ടം പതിറ്റാണ്ടുകളായി നിരവധി സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു മനോഹര സ്ഥലമായി വേറിട്ട് നിൽക്കുന്നു. ഊട്ടിയിൽ നിന്ന് 19 കിലോമീറ്റർ അകലെയുള്ള ഒരു നദിയാണ് പൈക്കര. സമീപത്ത് അതേ പേരിൽ തന്നെ ഒരു ഗ്രാമമുണ്ട് കേട്ടോ. തോടകൾ എന്നറിയപ്പെടുന്ന ഗോത്രവിഭാഗമാണ് ഇവിടെ താമസിക്കുന്നത്. ഈ തോടകൾ പൈക്കര നദിയെ വളരെ പവിത്രമായി കണക്കാക്കുന്നു. ഇത് മുകൂർത്തി കൊടുമുടിയിൽ നിന്ന് ഉയർന്ന് വടക്കോട്ടൊഴുകുന്നു. പീഠഭൂമിയുടെ അരികിലെത്തിയ ശേഷം പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് മുകൂർത്തി, പൈക്കര, ഗ്ലെൻമോർഗൻ അണക്കെട്ടുകളിലൂടെ ഒഴുകുന്ന ഈ നദി ഒരു പ്രധാന ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണ്. പൈക്കര നദിയുടെ ഭാഗമായി ഈ വെള്ളച്ചാട്ടങ്ങളുടെ ഒരു പരമ്പരയായി താഴേക്ക് പതിക്കുന്നു. ഒടുവിൽ ഒരു ശാന്തമായ തടാകമായി മാറുന്നു. പൈക്കര വെള്ളച്ചാട്ടത്തിൽ എങ്ങനെ എത്തിച്ചേരാമെന്ന് നോക്കാം. ഊട്ടിയിൽ നിന്നും മറ്റൊരു പ്രശസ്തമായ ഹിൽ സ്റ്റേഷനായ മൈസൂരിൽ നിന്നും റോഡ് മാർഗം പൈക്കര വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാം. 116 കിലോമീറ്റർ അകലെയുള്ള കോയമ്പത്തൂരിലാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. ഏറ്റവും അടുത്തുള്ള റെയിൽവേ ഹെഡ് മേട്ടുപ്പാളയത്താണ്. ഊട്ടിയിലെയും പരിസരങ്ങളിലെയും ടൂറിസത്തിൻ്റെ ചരിത്രം 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ബ്രിട്ടീഷ് രാജ് മദ്രാസ് പ്രസിഡൻസിയുടെ വേനൽക്കാല ആസ്ഥാനമാക്കി മാറ്റിയപ്പോൾ മുതൽ നമുക്ക് കണ്ടെത്താനാവും. കൊളോണിയൽ മനോഹാരിത നിറഞ്ഞ ഊട്ടി ഉപഭൂഖണ്ഡത്തിലെ കൊടും വേനലിൽ നിന്ന് വ്യത്യസ്തമായി തണുത്തതും മനോഹരവുമായ ഒരു കാലാവസ്ഥ അവതരിപ്പിച്ച സ്ഥലമാണ്. പൈക്കര വെള്ളച്ചാട്ടത്തെ സംബന്ധിച്ചിടത്തോളം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ബ്രിട്ടീഷുകാർ ജലവൈദ്യുത പദ്ധതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ജലം ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ പ്രശസ്തി ആരംഭിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്തിൻ്റെ പ്രകൃതി സൗന്ദര്യവും അതിൻ്റെ ഗുണകരമായ കാലാവസ്ഥയും ചേർന്ന് പ്രദേശത്തെ ആദ്യകാല വിനോദസഞ്ചാരികളായിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കും പ്രഭുക്കന്മാർക്കുമിടയിൽ ഇത് വളരെ ഹിറ്റായി. സ്വാതന്ത്ര്യാനന്തരം വെള്ളച്ചാട്ടവും അതിൻ്റെ ചുറ്റുപാടുകളും ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്കും ഹണിമൂൺകാർക്കും ഇടയിൽ ക്രമേണ ജനപ്രീതി വർദ്ധിപ്പിച്ചു. ചരിത്ര പ്രാധാന്യമുള്ളതും പാരിസ്ഥിതിക സമ്പന്നവുമായ പ്രദേശമെന്ന നിലയിൽ പൈക്കര വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളും സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. ഇത് ലൊക്കേഷൻ്റെ പ്രൊഫൈൽ മെച്ചപ്പെടുത്തുകയും പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു. പൈക്കര വെള്ളച്ചാട്ടം സന്ദർശിക്കുന്നതിൻ്റെ അനുഭവം ആനന്ദദായകമാണ്. പാറക്കെട്ടുകൾക്ക് മുകളിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ പ്രകൃതി ഭംഗിക്ക് ചുറ്റുമുള്ള ഇടതൂർന്ന ഷോളകളും പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതിയും പരസ്പര പൂരകമായി വർത്തിക്കുന്നു. വെള്ളച്ചാട്ടത്തിനടുത്തുള്ള ഒരു ബോട്ട് ഹൗസ് സന്ദർശകർക്ക് പൈക്കര തടാകത്തിൽ ബോട്ടിംഗ് ആസ്വദിക്കാനുള്ള അവസരം നൽകുന്നുണ്ട്. ഇത് വെള്ളച്ചാട്ടം സന്ദർശിക്കാനുള്ള ആകർഷണം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ വെള്ളച്ചാട്ടത്തിലേക്ക് നയിക്കുന്ന പാതകൾ വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതമായ പ്രവേശനവും വ്യൂയിങ് പോയിന്റുകളും അനുവദിക്കുന്നു. സമീപ വർഷങ്ങളിൽ ഈ മേഖലയിൽ സുസ്ഥിര വിനോദസഞ്ചാരത്തിന് ഊന്നൽ നൽകിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെയും പരിസരത്തിൻ്റെയും പഴമയും പാരമ്പര്യവും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. സന്ദർശകർക്കിടയിൽ
പരിസ്ഥിതി ബോധവൽക്കരണ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന ഹിൽ റിസോർട്ടുകൾ പോലെയുള്ള പരിസ്ഥിതി സൗഹൃദ താമസ സൗകര്യങ്ങളിലും ഈ പ്രദേശം വിപുലീകരിച്ചു. യഥാക്രമം 55 മീറ്ററും 61 മീറ്ററും ഉയരത്തിൽ നിന്ന് വീഴുന്ന 2 കാസ്കേഡുകൾ ഉൾക്കൊള്ളുന്ന പൈക്കര വെള്ളച്ചാട്ടം കാണേണ്ട ഒരു കാഴ്ചയാണ്. വെള്ളം ക്രിസ്റ്റൽ പോലെ വ്യക്തവും തണുത്തതുമാണ്. എന്നാൽ ശബ്ദം ശാന്തവും അതീവ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്നതുമാണ്. സന്ദർശകരെ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകുന്നതിൽ നിന്ന് തടയുന്ന ഒരു വേലിയുള്ള പ്രദേശമുള്ളതിനാൽ പൈക്കര വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ദൂരെ നിന്ന് ആസ്വദിക്കാം. വ്യത്യസ്ത കോണുകളിൽ നിന്നും വീക്ഷണകോണുകളിൽ നിന്നും പൈക്കര വെള്ളച്ചാട്ടത്തിൻ്റെ അതിശയകരമായ ചില ഫോട്ടോകളും വീഡിയോകളും നമുക്കെടുക്കാം. കൂടാതെ ട്രെക്കിംഗ്, ജംഗിൾ ക്യാമ്പിംഗ്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, ഡ്രോയിങ് തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ സാഹസിക വിനോദസഞ്ചാരം ഒരു സജീവമായ യാത്രാനുഭവം തേടുന്ന വിനോദസഞ്ചാരികളുടെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. ഷെയർ ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. കമൻറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ അറിയിക്കുക. എല്ലാവർക്കും, ഈ വീഡിയോ ആസ്വദിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ ഹൃദ്യമായ നന്ദി.